പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ, അമ്മയുടെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയായി കൃപാസ്ഥാന ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മാധ്യസ്ഥയിൽ അത്താറെ നടന്ന 10,000-കണക്കിന് ആരാധന ശക്തിയാൽ ജീവിതത്തിന്റെ വ്യത്യസ്ത വിളികളിലെ പ്രയാസം അനുഭവിക്കുന്നുണ്ട് ഈശോയെ. അവരെ നീ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയെ. വീടില്ലാത്തവരുണ്ട് ഈശോയെ. അതുപോലെ കുടുംബത്തിൽ കലഹങ്ങളുള്ളവരുണ്ട് ഈശോയെ. ഭാര്യാഭർത്താക്കന്മാർ പിരിഞ്ഞു താമസിച്ചിട്ട് ഐക്യപ്പെടാൻ ആഗ്രഹിക്കുന്നവരുണ്ട് ഈശോയെ. ജീവിത പങ്കാളിയെ കിട്ടാത്ത പുരുഷന്മാരുണ്ട് ഈശോയെ. ജീവിത പങ്കാളിയെ കിട്ടാത്ത സ്ത്രീകളുണ്ട് ഈശോയെ. കർത്താവെ, ഈ കാലങ്ങളിലെല്ലാം മനസ്സമ്മതം നടക്കുകയും ക്രിസ്മസ് കഴിയുമ്പോൾ കല്യാണം വരാൻ പോകുന്ന ആൾക്കാരെല്ലാം നീ അത് ഓർക്കണമെന്ന് പ്രാർത്ഥിച്ചോയെ. അന്യനാടുകളിലും വിദേശങ്ങളിലൊക്കെ ജീവിക്കുന്നവരും മക്കൾക്ക് അവർക്ക് പറ്റുന്ന ജീവിത പങ്കാളിയെ കിട്ടാതെ വിഷമിക്കുന്നവരും അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നവരും ആശ്രയിക്കും. ഒരു പ്രൊമോഷന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ഈശോയെ. 10 പൈസ കൂടുതൽ കിട്ടിയാലേ കടങ്ങൾ പരിഹരിക്കപ്പെടുന്ന ഓർത്തുകൊണ്ട് വെണ്ണീറായി പ്രാർത്ഥിക്കുന്നുണ്ട് ഈശോയെ. കർത്താവേ, അവർ ഈ ജോലി നഷ്ടപ്പെട്ട എനിക്ക് വേറൊരു ജോലി തരണമേ കർത്താവേ എന്ന് വിചാരിച്ച് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് ഈശോയെ. ജോലി ഇല്ലാതെ വിഷമിക്കുന്നുണ്ട് ഈശോയെ. രോഗങ്ങൾ മാറാതെ സമാധാനം ഇല്ലാതെ ഉറക്കമില്ലാതെ പോകുന്നുണ്ട് ഈശോയെ. കടകമ്പോളങ്ങളും കന്നുകാലികളെയും വളർത്തി ജീവിക്കുന്ന കുഞ്ഞു വരുമാനക്കാരുണ്ട് ഈശോയെ. അവരെല്ലാം നീ ആശീർവദിക്കുന്നത് പ്രാർത്ഥിക്കുന്നു. മക്കളുടെ വിദ്യാഭ്യാസം, മക്കളുടെ പഠനം, മക്കളുടെ ഉദ്യമങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അമ്മമാരും അപ്പന്മാരും അവിടെ പ്രാർത്ഥനകൾ കർത്താവ് ഏറ്റെടുക്കുകയും നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കർത്താവ് ആശീർവദിക്കുകയും ഇന്നത്തെ ദിവസം നിങ്ങൾ എന്തെല്ലാം ചെയ്യുന്നു, എവിടെയെല്ലാം പോകുന്നു, അവിടെല്ലാം സംസാരിക്കുന്നു, എല്ലാ നിയോഗങ്ങളും കർത്താവ് നിറവേറ്റട്ടെ. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വരുമ്പോൾ റെക്കോർഡ് ഇടുക എന്ന് പറഞ്ഞ സംഭവമില്ല. റെക്കോർഡ് എന്ന് വെച്ചാൽ ഓട്ടക്കാരൊക്കെ ചെയ്യുന്ന കാര്യമില്ല. സ്പോർട്സ്മാൻ, അവർ ഹൈ ജമ്പ് ചെയ്യുന്നവർ, ലോങ് ജമ്പ് ചെയ്യുന്നവർ, 100 മീറ്റർ ഓടുന്നവർ,
ഷോട്ട് പുട്ട് എറിയുന്നവർ, ജാവലിൻ ത്രോ നടത്തുന്നവർ, അവരൊരു റെക്കോർഡ് കീപ്പ് ചെയ്യും. അപ്പം അവർ റെക്കോർഡ് കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അവർ തന്നെ വയസ്സാകുമെന്ന് വിചാരിച്ചു അല്ലേ. ഇപ്പം നമുക്ക് ബോബി അലോഷ്യസ്, ഷൈനി എബ്രഹാം, PT ഉഷ, അപ്പം അവരുടെ കാലത്തൊക്കെ അവർ റെക്കോർഡ് ഇട്ടുള്ളതാണ്. പക്ഷേ ഇന്നിപ്പോൾ അവരോട് പറഞ്ഞാൽ, ഇന്നിപ്പോൾ അവരോട് ചോദിക്കണം, നിങ്ങൾ ഇത്ര റെക്കോർഡായിരുന്നല്ല ഓടിയത്, നിങ്ങൾക്ക് ഇപ്പോൾ ഒന്ന് ഓടിയിട്ട് ആ റെക്കോർഡ് ഇടാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അയ്യോ അത് പറ്റത്തില്ല, ഞങ്ങളുടെ ബോഡി ചീർത്ത് പോയില്ലേ, ഞങ്ങൾക്ക് പറ്റത്തില്ല പറയും. പക്ഷേ ആ റെക്കോർഡ് അവിടെ കിടക്കും. അതാണ് വിഷയത്തിൻ്റെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ദൈവത്തിരുസന്നിധിയിൽ സ്നേഹത്തിൻ്റെ റെക്കോർഡ് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ റെക്കോർഡ് അതാണ്. ചിലപ്പോൾ പിന്നീട് കാലത്തൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പരാതിയൊക്കെ വന്നിട്ട് ദൈവസേനയൊക്കെ തണുത്തു പോയാലും ആ റെക്കോർഡ് അവിടെ കിടക്കും നമ്മുടെ പേരിൽ. ഇടക്കിടക്ക് കർത്താവ് നമ്മൾ ഡിസ്റ്റർബ് ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിൻ്റെക്ക് ഞാനിത് പ്രതീക്ഷയില്ല, എന്നിട്ട് പറയും, നിന്റെ റെക്കോർഡ് ഇതല്ലായിരുന്നല്ലോ, റെക്കോർഡിൽ നിന്ന് നീ താഴെ പോയില്ലേ. അത് വെളിപാടിന്റെ പുസ്തകത്തിൽ മനോഹരമായിട്ട് പറയുന്നതാണ്. വെളിപാട് 2:4. എങ്കിലും നിനക്കെതിരെ എനിക്കൊന്ന് പറയാനുണ്ട്, നിനക്ക് ആദ്യം ഉണ്ടായിരുന്ന സ്നേഹം നീ കൈവെടിഞ്ഞു. നിനക്ക് ആദ്യം ഉണ്ടായിരുന്ന സ്നേഹം നീ കൈവെടി. അപ്പൊ റെക്കോർഡ് സൂക്ഷിച്ചിട്ടുണ്ട് അവിടെ, പഴയ റെക്കോർഡുണ്ട്. അപ്പൊ ആ സ്നേഹം ദൈവം ഉദ്ദേശിക്കണത് നമ്മൾ ജീവിക്കും തോറും, പുതിയ അനുഭവം കിട്ടും തോറും, ജ്ഞാനത്തിൽ മുന്നോട്ട് പോകും തോറും പഴയ റെക്കോർഡ് ഭേദിക്കണമെന്നാണ് ദൈവം ഉദ്ദേശിക്കുന്നത്. താഴെ വന്നാൽ നമ്മൾ വിളിച്ചിട്ട് ദൈവം നമ്മൾ പറയും, വാട്ട് ഹാപ്പൻഡ് ടു യു, സംഭവിച്ചു, ഇങ്ങനെ അല്ലായിരുന്നല്ലോ എന്നൊക്കെ ചോദിക്കും. അത് നിനക്ക് ആദ്യം ഉണ്ടായിരുന്ന സ്നേഹം ഇന്നില്ല എന്ന് പറയും. പക്ഷെ എന്നാലും ആദ്യം ഉണ്ടായിരുന്ന സ്നേഹമില്ലേ, അത് ദൈവം കണക്കിലെടുക്കുന്നുണ്ട്. ഇപ്പം ഞങ്ങളെപ്പോലുള്ള സൂത്രക്കാരെന്താ ചെയ്യണമെന്നറിയാമോ? പുതിയ പുതിയ റെക്കോർഡ് ഇടാൻ പറ്റുമെന്ന് നോക്കും ഓരോരോ വിഷയത്തിന്. ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരിക്കലും ദൈവത്തെ വിശ്വസിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻസ് വരുമ്പോഴും നമ്മൾ പ്രാർത്ഥന, കർത്താവേ ഈ വിശ്വാസം ഏറ്റു പറഞ്ഞുകൊണ്ട് ഈ വിഷയത്തിന് മുകളിൽ പോകാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കും. വിഷയത്തിൻ്റെ മുകളിൽ പോകാൻ ദൈവത്തിൻ്റെ ആ ഒരു ഘട്ടത്തിലും ദൈവത്തിൻ്റെ സ്നേഹം ഏറ്റുപറയാൻ കഴിയണം. പക്ഷെ എന്നാലും നീ പേടിക്കണ്ട, ഒരിക്കലും നല്ല റെക്കോർഡ് ഇട്ട് കഴിഞ്ഞാൽ കർത്താവ് അത് പരിഗണിക്കുന്നുള്ള കാര്യം കറക്റ്റാണ്. കാര്യം ആദ്യം പിന്നെയും പറയണത് നമ്മളെ ഉദ്ദേശിച്ചാണ്, ദൈവത്തിനെ ഉദ്ദേശിച്ചല്ല. ദൈവത്തിന് ആദ്യവും പിന്നെയും ഇല്ല. അവൻ നിത്യമായ എവർ പ്രസൻറ്റ് ജീവിക്കുന്ന കാരണം, ഇന്നലെ ഇന്ന് നാളെ എല്ലാം ഒരാളായത് കാരണം സമയത്തെ ബന്ധമായിട്ട് ഒന്നും പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ എവിടെയെങ്കിലും റെക്കോർഡ് ഇട്ടാൽ അത് നമുക്ക് ഭാവിയാകാം, ദൈവത്തിന് എന്ത് വർത്തമാനകാലമാണ്. അതുകൊണ്ട് നല്ല റെക്കോർഡുകൾ കീപ്പ് ചെയ്യാൻ, നല്ല സാക്ഷ്യങ്ങൾ കീപ്പ് ചെയ്യാൻ. ഇപ്പം നിങ്ങൾ എന്നോട് ചോദിക്കും, അച്ഛൻ എന്താ ഉദ്ദേശിക്കുന്നത്? ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇപ്പം ചിലക്ക് ഇപ്പം എൻ്റെ അടുത്ത് ഒത്തിരി പേര് വന്ന് പ്രാർത്ഥിക്കുന്നത്, ചിലക്ക് പീരീഡ്സൊക്കെ 5-6 ദിവസം നിൽക്കുന്നു. അവരെന്നോട് പറയുമ്പോൾ കരഞ്ഞു പോകരുത്, നടുവിന് വേദന, പലതരം വയറുവേദന, ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, തളർച്ച. അപ്പം ഞാനതെല്ലാം മനസ്സിലാക്കി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അപ്പോഴും ഞാൻ പറയും, അവളെ ഈ സമയത്താണ് നീ പള്ളിയിലൊക്കെ പോകേണ്ടത്. നമുക്ക് നമ്മുടെ സഹോദര മതങ്ങളിലുള്ള ആൾക്കാരൊക്കെ ഈ മതം വളരെ മോശമായിട്ട് കാണുന്ന സമയമാണിത്. പക്ഷേ ക്രിസ്ത്യാനിറ്റിയിൽ അങ്ങനെയില്ല. ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് നമ്മുടെ മനസ്സാണ് അവിടെ പ്രധാനം, ശരീരമല്ല വിഷയം. അപ്പം നിനക്ക് നടുവേദനയാണ്, പാടില്ല, നിനക്ക് പനിക്കനുണ്ട്, എന്നിട്ട് ആ പനിയും പിടിച്ചുകൊണ്ട് നീ കർത്താവിൻ്റെ അടുത്ത് പോയി ഇരിക്കുകയാണ്, കർത്താവിനെ പോയി കണ്ടിട്ട് പോരും. അതാണ് നിൻ്റെ റെക്കോർഡ് ടൈം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? നീ തിരവേദന മുഴുകിയിരിക്കുന്ന ശരീരമാണ്, പക്ഷെ നീ കർത്താവ് പ്രസൻ്റാണ്. അപ്പം ചില അയ്യോഭാവികൾക്കുള്ള ഗുണം, അവർക്ക് എന്തെങ്കിലും ഒരു മൂടുകഴപ്പ, വിഷമോ, വേദനയൊക്കെ ഉണ്ടാകാൻ വേണ്ടി അത് കാത്തിരിക്കാനും, കുർബാന കട്ട് ചെയ്യാനും, കുടുംബ പ്രാർത്ഥന ഇല്ലാതിരിക്കാനും. ഈ പന്നികളെ എല്ലാത്തിനും തീരുമാനം ഉണ്ടാകും. ഒന്നാമത്തെ ഇവർക്ക് ഇവർക്ക് സെൻസറില്ല, എല്ലാത്തിനും കുഴപ്പമാണ്. ഇപ്പോൾ ഒരു മെഷീൻ്റെ സെൻസർ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പ്രഷറുണ്ട്, പക്ഷെ നമുക്കത് നോക്കാൻ
സംവിധാനം ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വായി തോന്നൊക്കെ കഴിച്ചുകൊണ്ട് നടക്കും, പ്രഷർ കൂടിക്കൊണ്ടിരിക്കും, ചിലപ്പോൾ ഉറങ്ങത്തുമില്ല. ഇതുപോലെ തന്നെയാണ് ഈ ദൈവത്തിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. അതായത് നമ്മൾ ദൈവത്തിൻ്റെ നകന്നു പോകണമെന്ന് നമ്മൾ അറിയണില്ല. പലപ്പോഴും നമ്മൾ എന്തെങ്കിലും ഉടായ്പകൾ പറഞ്ഞ് ഇന്ന് പാടില്ല, ഇന്ന് ഭയങ്കര ടയേർഡായിപ്പോയി, ഇന്ന് മുഴുവൻ അലക്കായിരുന്നു, അതുകൊണ്ട് ഒരു സ്വർഗസ്ഥനായത് നമുക്ക് ഒരു രഹസ്യം മാത്രം ചെല്ലിയാൽ മതി എന്നൊക്കെ പറയത്തില്ലേ. അപ്പോൾ നിന്റെ ഭർത്താവിൻ്റെ തുണിയ മക്കളുടെ തുണി അലക്കിയാണ് പറയണത്, ദൈവത്തിനായിട്ട് പണി കൊടുക്കണതേ. പല പെണ്ണുങ്ങളും പാഴ്സൽ പണി മേടിക്കുന്നവരാണ്. ആ ബുദ്ധിബോധം ഇല്ലാതെ പന്നിയുടെ തലച്ചോറിരിക്കുന്ന ആൾക്കാരാണ്. എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ടൈമിനാണ് നമ്മൾ റെക്കോർഡ് ഇടേണ്ടത്. വെച്ചാൽ ഇത്രയും കാര്യങ്ങളാണെങ്കിൽ പോലും കർത്താവിൻ്റെ കാര്യത്തിൽ ദൈവത്തിനോട് ഇരിക്കുന്ന കാര്യത്തിൽ യാതൊരു കോംപ്രമൈസ് ചെയ്തിട്ടില്ല. റെക്കോർഡ് ടൈമാണത്. അപ്പം ഇത് നമ്മൾ ദൈവത്തെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കണം. ഒരിക്കലും താഴെ പോകാതിരിക്കാൻ നോക്കണം. താഴെ പോയാൽ കർത്താവ് ഉടനെ പറയും നിനക്ക് മുമ്പുണ്ടായിരുന്ന സ്നേഹം ഇപ്പോഴില്ല എന്ന് റീഡിങ് തരികയുള്ളൂ. എന്തുകൊണ്ടാണ് ഇല്ല എന്നുള്ളതിനെ ആത്മാവ് അത് വിവേചിച്ച് മനസ്സിലാക്കിയിട്ട് നിൻ്റെ പൊട്ടത്തരത്തിനെല്ലാം പണിയാവും. ഇപ്പം അതിനെത്ര പറയുന്നുള്ളൂ, നിനക്ക് മുമ്പുണ്ടായിരുന്ന സ്നേഹം ഇപ്പം ഇല്ല, അത് റിസൾട്ട് മാത്രമേ ഉള്ളൂ. നീ ഉഴപ്പിയത് കൊണ്ടാണോ, അല്ല നീ കറങ്ങി നടന്നത് കൊണ്ടാണോ, പഠിക്കാതിരുന്നത് കൊണ്ടാണോ, നിന്റെ ഓറിയൻറ്റേഷൻ പോയത് കൊണ്ടാണ്, നിന്റെ ചുറ്റിക്കളി കൊണ്ടാണ്, അതൊക്കെ പിന്നീട് കർത്താവ് ആത്മാവ് വിവേചിച്ച് മനസ്സിലാക്കിക്കോളൂ. റിസൾട്ട് മാത്രമേ പറയണത്. എന്താ റിസൾട്ട് എന്താണ്? നിനക്ക് മുമ്പുണ്ടായിരുന്ന സ്നേഹം ഇപ്പം ഇല്ല. വെളിപാട് 2:5. അതിനാൽ നീ ഏതവസ്ഥയിൽ നിന്നാണ് അധപതിച്ചതെന്ന് ചിന്തിക്കുക, അനുതപിച്ച് ആദ്യത്തെ പ്രവൃത്തികൾ ചെയ്യുക. പഴയ റെക്കോർഡ് ഇടാൻ പറയും. അതായത് ചിന്തിക്കണം, എവിടെയാണ് ചുറ്റിക്കളിക്ക് പോയതാണ്, അതാ കൂട്ടുകാരോട് കറങ്ങാൻ പോയതാണ്, അതാ വേറെ എന്തെങ്കിലും ഡബിൾ മൈൻഡിലേക്ക് പോയാൽ, പ്രാർത്ഥന സമയം പ്രാർത്ഥിക്കാൻ പറ്റാത്തൊരു മാനസികാവസ്ഥ ഉണ്ടാക്കിയെടുത്ത, അല്ലെങ്കിൽ ആരെങ്കിലും തെറ്റായ ഉപദേശം കേട്ടിട്ട് മാതാവിനോട് പ്രാർത്ഥിക്കാതിരുന്ന, നീ ഏത് അവസ്ഥയിൽ നിന്നാണ് ഈ ഇതിലേക്ക് വന്നതെന്ന് അനുദപിക്കാൻ പറയുകയാണ്. വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. അനുദപിക്കണം, തിരിച്ചു വരാൻ ഒരു മാർഗ്ഗമില്ലെന്ന് പറഞ്ഞു. തിരിച്ചു വരാൻ എനിക്ക് അറിയത്തില്ല, എന്നെ കെട്ടിപിടിക്കാൻ പറഞ്ഞാൽ കെട്ടിപിടിക്കത്തില്ല. മര്യാദക്ക് അനുദപിച്ച് തിരിച്ചു വരേണ്ടി വരും. ബൈബിളിലെ കമാൻഡുകൾ ഒന്നാണ് തിരിച്ചു വരാൻ. ആരെയും തിരിച്ച് വലിച്ചുകൊണ്ട് വരുന്നത് നമ്മൾ കണ്ടിട്ടില്ല. അതാണൊരു നിസ്സാര കാര്യമല്ല. മക്കളൊക്കെ വീട്ടിൽ വഴി തെറ്റിപ്പോയാൽ അമ്മമാർ ചെന്നിട്ട് അടിച്ച് വലിച്ചുകൊണ്ട് തന്നെ കാണാം. ഇത് നടക്കത്തില്ല. മസ്റ്റ് യുവർ സെൽഫ് റിട്ടേൺ. ദൂർത്തപുത്രൻ അയാൾ തന്നെത്താൻ തിരിച്ചു വന്ന ആളാണ്. അപ്പം അതുകൊണ്ട് ഈ അനുതാപം എന്നുള്ള വിഷയം എന്നൊക്കെ പറയണത് ദൈവം അടിച്ചേൽപ്പിക്കത്തില്ല. അതെല്ലാം നമ്മൾ തന്നെ. എന്നൊക്കെ അനുതാപം തോന്നണില്ല എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ദൈവം നമ്മളോട് സഹകരിക്കുന്നില്ല എന്ന് വേണം എൻ്റെ അർത്ഥം. അതായത് എനിക്ക് കുമ്പസ്തേക്ക് ആപോതുമില്ല, എനിക്ക് കുമ്പസ്തേക്കൊക്കെ ദൈവം നമ്മുടെ അനുതാപത്തെ അക്സെപ്റ്റ് ചെയ്യപ്പെടുന്നില്ല. അതെപ്പോഴും നമ്മൾ അനുതാപം ഒന്ന് പരമാവധി പാപങ്ങൾ ഉണ്ടാകാതിരിക്കണം. അനുതാപം എന്ന വിഷയത്തിൻ്റെ വരുന്ന വിഷയം അത് ദൈവം കെട്ടിവെച്ചുകൊണ്ട് വന്ന ആരെയും അനുദപിക്കത്തില്ല. അത് നമുക്ക് സ്വന്തമായിട്ട് തോന്നണില്ല എന്നുണ്ടെങ്കിൽ നിൻ്റെ അനുതാപം ദൈവം അത്രയ്ക്ക് അനുദപിക്കുന്നൊരു പാപിയെ ഓർത്തുകൊണ്ട് സ്വർഗത്തിൽ ഉണ്ടാകേണ്ട സന്തോഷമാണ്. സ്വർഗത്തിന് സന്തോഷം ഉണ്ടാകാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ സംഭവിക്കുന്നത് നിനക്ക് അനുതാപം ഉണ്ടാകത്തില്ല. തിരിച്ചടിക്കുക ഈ സാധനം. ഇപ്പം അനുതാപം പറ്റണില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരുന്ന് ഇപ്പം അരിയെത്തി എന്നൊക്കെ പറയത്തില്ലേ, ആ കഞ്ഞിവെള്ളം കുടിച്ച് കഴിയുമ്പോൾ പഴയ ആയുർവേദ വൈദ്യന്മാർ പറയുന്നില്ലേ, കഞ്ഞിവെള്ളം റിജക്റ്റ് ചെയ്യുമ്പോൾ കവളെ കൂടി ഒഴുകി വരും, തിരിച്ചു വരും. അപ്പോൾ അരി എത്തിയെന്ന് തോന്നുന്നു. മലയാളി എന്ത് റിജക്റ്റ് ചെയ്താലും കഞ്ഞിവെള്ളം റിജക്റ്റ് ചെയ്യത്തില്ല. അതായിരുന്നു പണ്ടത്തെ കണക്ക്. അപ്പോൾ അത് റിജക്റ്റ് ചെയ്യുമ്പോൾ അവർ പറയും അരി എത്തിയെന്ന് പറയും. ചില ഡോക്ടർമാർ പറയും മരുന്ന് ബോഡി അക്സെപ്റ്റ് കാര്യങ്ങൾ ശരിയാണ്, രോഗം എന്താണെന്ന് അറിയാം, മരുന്ന് നമ്മുടെ ഉണ്ട്, പക്ഷെ ബോഡി മരുന്ന് റിസീവ് ചെയ്യണില്ലെന്ന് പറയും. അതുപോലെ അനുതാപം റിസീവ് ചെയ്യുന്ന ഒരു വിഷയമുണ്ട്. അത് നമ്മുടെ സ്വന്തമാകുമ്പോൾ മാത്രമേ റിസീവ് ചെയ്യത്തുള്ളൂ. അടിച്ചേൽപ്പിച്ച ഒരു അനുതാപം പ്രാർത്ഥിക്കാനൊക്കെ ദൈവം നമുക്ക് വരം തരും.
പക്ഷെ അനുദപിക്കാൻ പാടാണ്. അത് അനുതാപത്തിൻ്റെ അലോട്ട്മെൻ്റ് ഇല്ല. കാര്യം അതാണ്, അനുദപിക്കാൻ അവർക്ക് അവസരം കൊടുത്തില്ലെന്നൊക്കെ പറയും. യേശാവ് അവൻ പിന്നീട് വിളിച്ചപേക്ഷിച്ചു, പക്ഷെ റിജക്റ്റായിപ്പോയി. അനുദപിക്കാൻ അവന് അവസരം കൊടുത്തില്ല എന്ന് പറഞ്ഞില്ല. ഹെബ്രായർ 12:17 ഒരു നേരത്തെ ഭക്ഷണത്തിനു വേണ്ടി തന്റെ കടിഞ്ഞൂൽ പുത്രസ്ഥാനം വിറ്റ ഏസാവിനെ പോലെ ആരും അസന്മാർഗിയോ അധാർമികനോ ആകരുത്. പിന്നീട് അവകാശം പ്രാപിക്കാൻ ആഗ്രഹിച്ചപ്പോൾ അവൻ തിരസ്കരിക്കപ്പെട്ടുവെന്ന് നിങ്ങൾക്കറിയാമല്ലോ. കണ്ണീരോടെ അവൻ അത് ആഗ്രഹിച്ചെങ്കിലും അനുദപിക്കാൻ അവൻ അവസരം ലഭിച്ചില്ല. സ്വർഗം ഷട്ട് ഡൗൺ ആയി, അവസരം കിട്ടിയില്ല. നിസ്സാര കാര്യമല്ലേ. ഇപ്പൊ നമുക്ക് അനുദപിക്കാൻ തോന്നുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മോളിൽ ഷട്ട് ഡൗൺ ആയിട്ടാണ്, ജക്ഷനായതുകൊണ്ടാണ്. നിങ്ങൾ അനുഭവിച്ചിട്ട് ദൈവത്തിന് പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നും ഇല്ലെന്ന് തോന്നിക്കാണ്. എപ്പോഴും നമ്മൾ അതായത് ഏറ്റവും ഒരു മനുഷ്യൻ പ്രാർത്ഥിക്കേണ്ടത്, കർത്താവേ നല്ല അനുതാപം നൽകണമേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. യോഹന്നാൻ 15:7 നിങ്ങൾ എന്നിൽ വസിക്കുകയും എന്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കും. ഇതാണ് പ്രശ്നം. ഇതിൻ്റെ സെക്കൻഡ് പ്രമിസിലാണ് ഇഷ്ടമുള്ള ചോദിക്കാൻ പറയണത്. ഫസ്റ്റ് പ്രമിസ് എന്താണ്? നിങ്ങൾ എന്നിൽ വസിക്കുകയും നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്ക് നിങ്ങൾ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ. അപ്പോൾ രണ്ട് കാര്യം നമ്മൾ ഉടമ്പടിയിലൂടെ ചെയ്യണം. ഒന്നെന്താണ്? ഒന്ന് കർത്താവിൽ വസിക്കണം. അതെങ്ങനെയാണ്? നമ്മുടെ ഇൻറ്റൻഷൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ നിയോഗങ്ങൾ, നിങ്ങൾ ചെയ്യുന്ന നിബന്ധനകളെല്ലാം പ്രേക്ഷിത പ്രവർത്തനങ്ങളാകാം, ആതുര ശുശ്രൂഷകളാകാം, ജീവകാരുണ്യ പ്രവർത്തികളാകാം, അതൊക്കെ കർത്താവിൻ്റെ സ്നേഹത്തിലെ അതിൻ്റെ പേരിലാണ് നിയോഗം വെക്കേണ്ടത്. മനസ്സിലായോ? നിങ്ങളുടെ കാര്യം നിറവേറാനല്ല നിയോഗം വെക്കേണ്ടത്. ഞാൻ ഇടയ്ക്ക് കളിയാക്കി പറയുന്നത് നിങ്ങൾ കുറച്ച് രോഗികളൊക്കെ കണ്ടിച്ച് ഓടി വന്ന് കമ്പ്യൂട്ടർ നോക്കും, ഓഫർ ലെറ്റർ വന്നതാണ്. ദാറ്റ് മീൻസ് നിങ്ങൾ നിയോഗം വെച്ചിരിക്കേണ്ടത് ഓഫർ ലെറ്ററിനാണ്. ദാറ്റ് ഇസ് റോങ്. പിന്നീട് അത് റോസ്. അപ്പം ദൈവത്തിന് അറിയാൻ പറ്റും എന്താണ് നിങ്ങൾ ദൈവത്തിനല്ല പ്രാധാന്യം കൊടുക്കുന്നത്, നിങ്ങളുടെ ഓഫർ ലെറ്ററിനാണ്. അപ്പോൾ അത് വർക്കൗട്ട് ചെയ്തില്ല. അപ്പോൾ 0 ഇൻകമാണല്ലോ ലഭിക്കുന്നത്. അത് ചെയ്യരുത്. അങ്ങനെ മറിച്ച് നിങ്ങളൊരു നിബന്ധന നിറവേറ്റുകയാണ്. ഒരു രോഗിയെ കാണാൻ ചിലപ്പോൾ വണ്ടി കിട്ടത്തില്ല, വണ്ടി കാത്തു നിൽക്കിയിരിക്കും. കണ്ടു, ഞാനൊരു സാക്ഷി കിട്ടിയിട്ടുണ്ട്. അയാൾ ബാങ്ക് മാനേജറാണ്. ഇൻ്റർനാഷണൽ US ബാങ്കിൻ്റെ സെക്യൂരിറ്റി കോഡിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പോൾ കോഡ് ഗവൺമെൻറ് മാറ്റി. ആ പുതിയ കോഡ് കുറച്ച് സോഫ്റ്റ്വെയർ കുറച്ച് കോംപ്ലിക്കേഷനാണ്. അതിന് അവർക്ക് 6 പേരെ മതി, കോൺഫിഡൻഷ്യലായിട്ടുള്ള 6 പേരെ മതി. ഇയാൾ ഇന്ത്യക്കാരനാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് സംശയമാണ്. അവിടെ ജോലി ഉണ്ടായിരുന്ന ആളാണ്. പക്ഷേ അയാളെ സെക്യൂരിറ്റി കോഡിലേക്ക് മാറ്റാൻ സംശയമാണ്. ഒരു നല്ല എക്സാം ഇട്ട് കൊടുത്തു. ആ എക്സാം ആണ് അയാൾ എഴുതുമ്പോൾ അയാൾ പെട്ടെന്ന് കറണ്ട് പോയി, കമ്പ്യൂട്ടർ ഓഫായപ്പോൾ ഞാൻ ഓർക്കണേ ആ മനുഷ്യൻ നിന്ന് സാക്ഷ്യം പറയണത്. അയാൾ പറഞ്ഞു കമ്പ്യൂട്ടർ ഓഫായി, അപ്പോൾ ഞാൻ ഇരുന്ന് ജവമാല ചെല്ലിയെന്ന്. കറണ്ട് പോയി, അത് ഞാൻ എന്ത് ചെയ്യാനാ? അത് കർത്താവിൻ്റെ കാര്യമല്ലേ. ഈ ജോലി കർത്താവ് എനിക്ക് തരാൻ ഉദ്ദേശിച്ചാൽ കറണ്ട് പോയാലെന്ത് വന്നാലെന്ത്? ദാറ്റ് ഡസൻറ്റ് മേക്ക് എനിക്ക്. അപ്പം ഞാൻ അപ്പോഴും എൻ്റെ ജീവിതത്തിൽ നിങ്ങളാണെങ്കിൽ ഈശോ കൈയും കുടച്ച് വിരൽ ഓടിച്ചുകൊണ്ടിരിക്കും. അതാണ് പ്രശ്നം. ഇതൊരു ബിഹേവിയർ പ്രോബ്ലമാണ്. വിശ്വാസവും പെരുമാറ്റവും നിങ്ങൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ നമ്മൾ കറണ്ട് പോയി, കറണ്ട് പോയില്ല, സ്റ്റെപ്പ് വരും ടവലും കണ്ടില്ല, അയ്യോ ഈ കറ എടുക്കാൻ മറന്നു, തിരുത്തിക്ക് കറ ഇങ്ങനെ പോകുന്നപ്പോൾ എടുത്ത് മേശപ്പുറത്ത് വെച്ചതാണ്. അപ്പോൾ എന്താ കറണ്ട് പോയപ്പോൾ വേറെക്കത്തില്ലേ? അപ്പോൾ ടവലിനെ കുറിച്ചാണ് പറയണതേ. അതാ വിഷയം. ഈ ആളെ എങ്ങനെ ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റും ദൈവത്തിന്? അതുകൊണ്ട് ശ്രദ്ധിക്കണം. ഒരു കാഷ്വാലിറ്റി സംഭവിച്ചാൽ ഓട്ടോമാറ്റിക്കായിട്ട് ദൈവസ്നേഹം കയറണം. ഒന്ന് പ്രാർത്ഥിച്ച്, കർത്താവ് ദൈവമേ, എൻ്റെ പെരുമാറ്റങ്ങളെ അങ്ങയുടെ സ്നേഹത്തിന് അപേക്ഷണമായി പുനർക്രമീകരിച്ചുകൊണ്ട് കുരിശിനെ കൃപയാക്കാൻ എന്നെ അഭിഷേകം ചെയ്യണം. ഒരു രോഗിയെ കാണാൻ വേണ്ടി നമ്മൾ പോവുകയാണെന്ന് വിചാരിച്ചോ? അപ്പോൾ നിങ്ങൾക്ക് ബെസ്റ്റ് കിട്ടിയില്ല. അപ്പോൾ നിങ്ങൾ വിചാരിക്കും നാളെ പോകാതിരിക്കും. അതാ സംഭവം. കാര്യം എങ്ങനെ ഇത് ഇഷ്ടമില്ലാതെ ചെയ്യണ ഒരു പരിപാടിയാണ്. ദൈവത്തോട് സ്നേഹം ഉണ്ടായിട്ട് ചെയ്യണതല്ല.
ഇതെങ്ങനെ ചെയ്തില്ല വിസ കിട്ടാതെ നേരം എന്ത് ചെയ്യും? പണ്ടാരം ഉടങ്ങാൻ എന്നാൽ പോയി കണ്ടേക്കാം അവസാനത്തിന് എന്ന് വിചാരിച്ചാണ് പോണത്. അങ്ങനെ രോഗിയെ കാണാൻ വേണ്ടി ജീവകാരുണ്യ പ്രവർത്തനം ഇറങ്ങിയതാണ്. ബസ് സ്റ്റോപ്പിൽ അഥവാ ബസ് കിട്ടണില്ല, ഇന്ന് ബസ് ഇല്ലെന്നാണ് കേട്ടത്. അപ്പോൾ തന്നെ അപ്പുറത്ത് വണ്ടി ഇടുമ്പോൾ രക്ഷപ്പെട്ട് നാളെ പോയേക്കാം, നാളെ അപ്പോൾ മനസ്സിൽ നിങ്ങൾ പരിചയം നാളെ ഒത്തെങ്കിലേ പോകാൻ പറ്റത്തുള്ളൂ. ഇതെല്ലാം കൗണ്ടായി പോകത്തില്ലേ? നിങ്ങൾ കളിക്കുന്നത് ആരാണ്? ദൈവത്തിൻ്റെ കമ്പ്യൂട്ടറിനോടാണ് കളിക്കുന്നത്. നിങ്ങളുടെ നിശ്വാസം വരെ കൗണ്ട് ചെയ്തിരിക്കുകയാണ്. ശ്രുതികട്ടെ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ഹല്ലേലൂയ ആരാധന ആരാധന. വിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. സങ്കീർത്തനം 139:1. കർത്താവേ അവിടുന്ന് എന്നെ പരിശോധിച്ചറിഞ്ഞിരിക്കുന്നു പണിയായെന്നർത്ഥം. ഇതാണ് പ്രശ്നം. നല്ല ആളിൻ്റെ അടുത്ത് കൊണ്ട് തലവെച്ച് കൊടുത്തിരിക്കുന്നത്. നിങ്ങളുടെ നിശ്വാസം വരെ കൗണ്ട് ചെയ്യുക. നെഗറ്റീവ് ആണെങ്കിലേ അതാ പറഞ്ഞിരിക്കണേ. 119 സങ്കീർത്തനം 119:1 പറഞ്ഞ് കർത്താവേ അവിടുന്ന് എന്നെ പരിശോധിച്ച് അറിഞ്ഞിരിക്കുന്നു. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അവിടുന്ന് അറിയുന്നു. എന്റെ വിചാരങ്ങൾ അവിടുന്ന് അകലെ നിന്ന് മനസ്സിലാക്കുന്നു. നീ നെഗറ്റീവ് ആയിട്ട് നാളെ പോയി കാണാമായിരിക്കും, ഇന്ന് വണ്ടിയിലല്ല എന്ന് വിചാരിച്ചിട്ട് നാളെ ഒത്തെങ്കിൽ പോകാമെന്ന് നിങ്ങൾ മനസ്സിൽ വിചാരിച്ചാൽ ആ സാധനം റെക്കോർഡായി പോകും ഉടനെ, അത് കൗണ്ടഡായി പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും അന്തരംഗത്തെ വിശുദ്ധ രക്തത്താൽ കഴുകേണ്ടി വരും. അന്തരംഗമില്ലേ? ഒന്ന് പ്രാർത്ഥിച്ചേ. കർത്താവേ എൻ്റെ അന്തരംഗത്തെ അങ്ങയുടെ വിശുദ്ധ രക്തത്താൽ കഴുകണമേ. അന്തരംഗം കഴുകപ്പെടേണ്ട കാര്യം നമ്മളെ ഈ കുരങ്ങ് കളിപ്പിക്കുന്ന അന്തരംഗമാണ്. നമ്മളീ പറയുന്ന സാധനമല്ല, ആദ്യം അന്തരംഗത്തിലാണ് ആ സാധനം വരുന്നത്. അതുകൊണ്ട് അന്തരംഗത്തിൽ വരുന്ന ഔഷധം എന്ന് പറയുന്നത് കർത്താവിൻ്റെ വിശുദ്ധമായ രക്തം മാത്രമേ ഉള്ളൂ. അതാണ് 1 യോഹന്നാൻ 1:7. ടേക്ക് ദി ബെഡ് ഓഫ് ഗോഡ്. 1 യോഹന്നാൻ 1:7. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. 1 യോഹന്നാൻ 1:7. അവിടുന്ന് പ്രകാശത്തിലായിരിക്കുന്നത് പോലെ നമ്മളും പ്രകാശത്തിൽ സഞ്ചരിക്കുന്നെങ്കിൽ നമുക്ക് പരസ്പരം കൂട്ടായ്മയുണ്ടാകും. അവിടുത്തെ പുത്രനായ യേശുക്രിസ്തുവിന്റെ രക്തം എല്ലാ പാപങ്ങളിൽ നിന്ന് നമ്മെ ശുദ്ധീകരിക്കുന്നു. ഇത് അങ്ങനെ അന്തരംഗത്തിൽ കറ വന്നാൽ ഒറ്റ മാർഗമേ ഉള്ളൂ. എന്താണ്? കർത്താവിൻ്റെ വിശുദ്ധ രക്തത്താൽ എൻ്റെ ആത്മാവിനെ കഴുകണമെന്ന് പ്രാർത്ഥിക്കണം. അതൊരു സ്വപ്നം കണ്ടാൽ പോലും പ്രാർത്ഥിക്കണം. മനുഷ്യന്മാർ സ്വപ്നം കാണത്തില്ലേ? മനുഷ്യന്മാർ സ്വപ്നം കാണുമ്പോൾ ഇപ്പോൾ മോറൽ എത്തിക്സിൻ്റെ അതെന്താ? ഹ്യൂമൻ ആക്ട് ഉണ്ട്, ആക്ട് ഓഫ് മാൻ ഉണ്ട്. ഹ്യൂമൻ ആക്ട് സ്വപ്നം ഏത് വെറൈറ്റി പെടുന്നതാണ്? ഹ്യൂമൻ ആക്റ്റാണ്. നമുക്കതിനകത്ത് കൺട്രോളില്ല. ആക്ട് ഓഫ് മാൻ ആണെങ്കിൽ ഇപ്പം നമ്മൾ വെറുതെ തുമ്മിപ്പോയി, അതെന്താണ്? ഹ്യൂമൻ ആക്റ്റാണ്. ഇറിറ്റേഷനാണ് പൊന്തുന്നത്. പക്ഷെ നമ്മളൊരു സംഭവം ഒരാളെ കനക്കൊക്കെ അടിക്കുകയാണെങ്കിൽ അത് ആക്ട് ഓഫ് മാനാണ്, അറിഞ്ഞുകൊണ്ട് ചെയ്യണതാണ് അല്ലേ? അത് കൾപ്രിറ്റാകും ഉടനെ. പക്ഷേ സ്വപ്നത്തിൽ വരുന്ന വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വപ്നം നമ്മളെ വിശുദ്ധീകരിക്കാൻ ഏറ്റവും നല്ലൊരു സ്വപ്നമാണ്. നമ്മൾ ആരാണെന്ന് പറയുന്നത് സ്വപ്നമായിരിക്കും. നമ്മൾ ആരാണെന്ന് പറയണത് സ്വപ്നമാണ്. നമ്മുടെ അന്തരംഗം സബ് കോൺഷ്യസ് എങ്ങനെ വർക്ക് ചെയ്യുന്നോ, അവിടെ ദൈവത്തിന് വല്ല സ്ഥാനമുണ്ടോ എന്നൊക്കെ പറയണത് സ്വപ്നമാണ്. നമ്മൾ സൂപ്പർ കോൺഷ്യസ് ഇങ്ങനെ ഉറങ്ങിക്കിടക്കുന്ന സമയത്തായിരിക്കുമല്ലോ ഇവൻ ഈട് കയറി വരണത് അല്ലേ? അതോ ബോധത്തിൽ നിന്ന് വരും. അതോ ബോധത്തിൽ നിന്ന് ഈ സ്വപ്നം വരത്തില്ലേ? അതോ ബോധത്തിൽ നിന്ന് വരുമ്പോൾ അതിൻ്റെ അകത്ത് കർത്താവിൻ്റെ കൽപ്പനകൾക്ക് വിരുദ്ധമായ എന്തെങ്കിലും ബിംബങ്ങൾ ചെയ്വനകൾ ഉണ്ടെങ്കിൽ എന്തു ചെയ്യും നമ്മൾ? കർത്താവിൻ്റെ അപ്പോൾ നമ്മൾ അന്തരംഗം അവിശുദ്ധമായിട്ടല്ലേ ആ സ്വപ്നം വരണത്. എപ്പോൾ ശരീരത്തിൻ്റെ പ്രവണതകളുണ്ടാവും, നീ അത് അമിത പ്രാധാന്യം കൊടുത്തിട്ടാണ്. ശരീരത്തിൻ്റെ പ്രവണതകൾക്ക് നീ അമിത പ്രാധാന്യം കൊടുക്കുമ്പോൾ എങ്ങനെ കഴിയും? ഇപ്പോൾ സെക്സ് വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൻ്റെ പ്രവണതകൾക്ക് അമിത പ്രാധാന്യം. അപ്പോൾ അവർക്ക് അതുപോലെയുള്ള ആ വെറൈറ്റിയിലുള്ള സ്വപ്നങ്ങൾക്ക് വരും. അപ്പോൾ എന്താ ചെയ്യണതാണ് അവിടെ എന്ന് വെച്ചാൽ നമ്മൾ അതിൻ്റെ അകത്ത് വളമിട്ട് കൊടുക്കുമ്പോൾ അത് വേറൊരു വിഷയം. അപ്പോൾ എന്താ ഞാൻ ഇങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ദൈവികമായ വിശുദ്ധിക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ എന്ന് ദൈവത്തിന് തോന്നിയാൽ പിന്നെ ദൈവം നിങ്ങൾ ആ അവിശുദ്ധ വഴികളിലൂടെ വിടത്തില്ല. അത് നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ കിട്ടും. നിങ്ങൾക്ക് തോന്നിയതൊക്കെ ഉട്ടോപ്യനാണെന്ന് അല്ല. ഞാനതിനെക്കുറിച്ച് കൂടുതൽ വ്യാഖ്യാനിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഉട്ടോപ്യനല്ല, ഇറ്റ് ഈസ് വെരി പ്രാക്ടിക്കൽ. നിങ്ങൾ ആ വഴിക്ക് വിടത്തില്ല ദൈവം. അപ്പോൾ നിങ്ങൾ ഇൻ കേസ് ദൈവത്തെ നിരക്കാത്തൊരു സ്വപ്നം കണ്ടോ എന്ന് വിചാരിച്ചോ, അപ്പോൾ നിങ്ങൾ ഒരാളെ കൊല്ലണ സ്വപ്നം കണ്ടു, നിങ്ങൾ ശത്രുവായിരിക്കാം. ചിലപ്പോൾ നിങ്ങൾ ശത്രുവായിരിക്കാം. അല്ലെങ്കിൽ വേറെ ആരാൾ നിൻ്റെ ശത്രുവിനെ കൊല്ലാൻ പോണു, നീ പിടിച്ച് മാറ്റാൻ ഉദ്ദേശിക്കണില്ല, അതായിരിക്കും കണ്ടത്. അപ്പോൾ അയാളുടെ മരണത്തിൽ ഞാനല്ല കൊല്ലണം, നാട്ടുകാരല്ല കൊല്ലണം, ഞാനെന്ത് ചെയ്യാനാണ്? അപ്പോൾ ഉള്ളിൽ നിനക്ക് അറിയാം അവൻ ചത്താൽ നമുക്ക് നല്ലതാണെന്ന്. മനസ്സിലായില്ല? അപ്പോൾ നിൻ്റെ അന്തരംഗം വിശുദ്ധമല്ല. ഈ വിശുദ്ധമല്ലാത്ത അന്തരംഗത്തിൽ ദൈവത്തിന് വസിക്കുന്നതിന് പരിമിതികളുണ്ട്. അപ്പോൾ നീ എന്താ ചെയ്യേണ്ടത്? എൻ്റെ അന്തരംഗത്തെ വിശുദ്ധീകരിക്കണം, പ്രാർത്ഥിക്കണം.
എങ്ങനെ പ്രാർത്ഥിക്കും? മനസ്താപണം ചൊല്ലി പ്രാർത്ഥിക്കണം. മനസ്താപണമാണ് ഏറ്റവും ടോപ്പ്. അതിനെ അന്തരംഗം വിശദീകരിക്കാൻ നമ്മൾ ഈ ആന്തരിക സൗഖ്യത്തെക്കാൾ ടോപ്പ് മനസ്താപനങ്ങളാണ്. എന്താ കാര്യം? അതിൻ്റെ അകത്ത് എല്ലാ കാര്യങ്ങളുണ്ട്. എന്താ പറയണത്? എൻ്റെ ദൈവമേ ഏറ്റവും നല്ലവനും എല്ലാത്തിനുപരിയായി സ്നേഹിക്കപ്പെടാൻ യോഗ്യനുമായ അങ്ങക്കെതിരെ പാപം ചെയ്തവനാൽ പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ മനസ്തപിക്കുന്നു. എന്നിട്ട് ഇതിൻ്റെ കൂടെ ഈ 1 യോഹന്നാൻ 1:5 1:7 കയറ്റി വിടണം. കർത്താവേ, നിൻ്റെ വിശുദ്ധമായ രക്തത്താൽ എൻ്റെ അന്തരംഗത്തെ കഴുകണമേ. അപ്പോഴേ ദൈവത്തെ മനസ്സിലാകും. കാര്യം എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എന്താ ഇങ്ങനെ പറയണത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്കറിയാമല്ലോ ഇന്ന് ഈ ആഴ്ച വിശുദ്ധ വാരമാണ് അല്ലേ? പാപം എന്ന് പറഞ്ഞൊരു വിഷയമില്ലായിരുന്നെങ്കിൽ വിശുദ്ധ വാരം ഉണ്ടാകത്തില്ല. ദൈവം എന്തുമാത്രം സീരിയസ് ആയിട്ട് തൻ്റെ പുത്രനെ പോലും നൽകാൻ തക്ക വിധം പാപത്തെ അഡ്രസ്സ് ചെയ്യണ കണ്ടില്ലേ? അപ്പോൾ ദൈവം പരമവിശുദ്ധനായതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ എടുക്കുന്ന വേർഡ് ഓഫ് ഗോഡാണ്. എടുത്ത മോളെ ലേവ്യ പുസ്തകം, ഞാൻ വിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങളും വിശുദ്ധനായിരിക്കുക. ശ്രുതികട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ലേവ്യർ 20:26. ലേവ്യർ 20:26. എന്റെ മുൻപിൽ നിങ്ങൾ വിശുദ്ധരായിരിക്കുവിൻ. എൻ്റെ മുമ്പിൽ പറഞ്ഞേ, എൻ്റെ മുൻപിൽ നിങ്ങൾ വിശുദ്ധരായിരിക്കുവിൻ. എന്തെന്നാൽ കർത്താവായ ഞാൻ പരിശുദ്ധനാണ്. നിങ്ങൾ എനിക്ക് സ്വന്തമാകേണ്ടതിന് ഞാൻ നിങ്ങളെ മറ്റു ജനങ്ങളിൽ നിന്ന് വേർതിരിച്ചിരിക്കുന്നു. നമ്മൾക്ക് മറ്റു ജനങ്ങളിൽ നിന്ന് വേർതിരിക്കാനും ദൈവത്തിന് നമ്മൾ സ്വന്തമാകാനുള്ള എളുപ്പ വഴിയാണ് വിശുദ്ധി എന്ന് പറയുന്നത്. വിശുദ്ധി, നമ്മൾ വിശുദ്ധിയെ സ്നേഹിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? കർത്താവിൻ്റെ പീഡാനുഭവത്തോട് ഐക്യദാർഢ്യം പ്രവർത്തിക്കുകയാണ്. ഈ കൊടുത്ത പോയിന്റ് നീ കുരിശിൻ്റെ വഴി നടത്താൻ നല്ല വിഷയം. കുരിശിൻ്റെ വഴി ആർക്ക് വേണമെങ്കിലും നടത്താൻ പറ്റും. പക്ഷേ നമ്മൾ വിശുദ്ധിയെ സ്നേഹിക്കുമ്പോൾ നമ്മളെ വിശുദ്ധീകരിക്കാൻ വേണ്ടി അവൻ വിശുദ്ധമായ രക്തം ചിന്തിയവനാണ്. അപ്പോൾ അവൻ്റെ പീഡാനുഭവത്തെ നമ്മുടെ ഐക്യദാർഢ്യം പുലർത്തുന്നു. നമ്മൾ കർത്താവേ, ഐ അക്സെപ്റ്റ് ദാറ്റ് മൈ ലോർഡ്, യു ഷെഡ് യുവർ ബ്ലഡ് ഫോർ മൈ റിഡംപ്ഷൻ. നീ എൻ്റെ വിശുദ്ധിക്ക് വേണ്ടിയും വീണ്ടെടുപ്പിന് വേണ്ടിയാണ് വിശുദ്ധ രക്തം ചിന്തിയെന്ന് നിന്റെ മരണത്തെ ഞാൻ പ്രഖ്യാപിക്കുന്നു. പറഞ്ഞേ, കർത്താവേ, നിന്റെ മരണത്തെ ഞാൻ പ്രഖ്യാപിക്കുന്നു. വിശുദ്ധിയെ ഒരു മൂല്യമായി പരിഗണിച്ചുകൊണ്ട് എന്നെ വിശുദ്ധീകരിക്കാനുള്ള രക്തം ചിന്തയുള്ള മരണത്തെ ഞാൻ അംഗീകരിക്കുകയും നിന്റെ പീഡാനുഭവത്തോടെ ഞാൻ ഐക്യദാർഢ്യം പുലർത്തുകയും ചെയ്യും. വിശുദ്ധിയോടെ വ്യാപരിക്കുവാൻ ഈശോയെ കൃപയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും. പുരുഷനോട് ഐക്യപ്പെടാനും കർത്താവിൻ്റെ പുരുഷമണ്ഡത്തോട് ഐക്യദാർഢ്യം പുലർത്താനും വേണ്ടിയാണ് ഞാൻ വിശുദ്ധീകരിക്കുകയും. ഇപ്പോൾ കത്തോലിക്കരാണെങ്കിൽ കുമ്പസാരിക്കുന്ന ദിവസങ്ങളാണിത്. ഇപ്പോൾ ചിലരാണെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ തിരക്കാണ്. അതുകൊണ്ട് കുറച്ച് നേരം നോക്കി നിന്നും പോരും. നിങ്ങൾ നോക്കി നിന്നും ആൾത്താറിൽ നിന്ന് ഇപ്പം നിങ്ങൾ കുമ്പസാരിക്ക് കഴിഞ്ഞപ്പോൾ അവിടെ തിരക്കാണ്. നിങ്ങൾ നോക്കി നിന്നിട്ട് പോരേണ്ടി വന്നാൽ സ്വർഗത്തിൻ്റെ വാതിക്കൽ പോയി നിങ്ങൾ നോക്കി നിന്നിട്ട് നരകത്തിലൊക്കെ ഒരു കാലത്ത് നടക്കേണ്ടി വരും. കാര്യം നിങ്ങൾ ഭൂമിയിൽ അതാ ചെയ്തിരിക്കണത്. ഇത്രയും വ്യക്തമായിട്ട് കർത്താവ് നിങ്ങളെ പറഞ്ഞിട്ടും നിങ്ങൾ മനസ്സിലാക്കിയിട്ടും നിങ്ങൾക്കതൊരു ഫീൽ ചെയ്യണില്ല, ഫീൽ കിട്ടണില്ലല്ലോ. അത്ര നിസ്സാര കാര്യമല്ല. നിങ്ങൾക്കൊരു പശ്ചാത്താപത്തിൻ്റെ ഫീല് കിട്ടണില്ല എങ്കിൽ നിങ്ങൾ ഒത്തിരിയേറെ കഠിനമായി പോയെന്നതിൻ്റെ അർത്ഥം. അപ്പം അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ കുറച്ചുകൂടി ശ്രദ്ധിക്കണം. കാര്യം ഉടമ്പടിയുടെ ലക്ഷ്യമെന്ന് പറയുന്നത്, ഞാൻ എന്തിനാണ് വിശുദ്ധിയെക്കുറിച്ച് സംസാരിക്കണത്? എൻ്റെ മനസ്സിൽ ഈശോ തന്നതുകൊണ്ട് സംസാരിക്കുക. ഞാൻ വിശുദ്ധിയെക്കുറിച്ച് ക്ലാസ് എടുക്കാമെന്ന് വന്ന ആളല്ല. ഞാൻ സംസാരിക്കാൻ വന്നത് എബൈഡിങ്ങിനെ കുറിച്ചാണ്. കവനൻ്റെ ഏറ്റവും വലിയ നമുക്ക് നിങ്ങൾ വിചാരിക്കും നോട്ട് ബൈ മെറിറ്റാണ് ഏറ്റവും വലുതെന്ന് ഉടമ്പടിയിൽ. കാര്യം നമ്മുടെ കഴിവ് കൊണ്ടല്ല, ദൈവത്തിൻ്റെ കൃപ കൊണ്ട്. നിങ്ങൾ വിചാരിക്കും ടൈം ഷോർട്ടണിങ് ആണ് ഏറ്റവും വലുതെന്ന്. സമയം ചുരുക്കമെന്ന് നിങ്ങൾ വിചാരിക്കും ഉടമ്പടിയുടെ ഏറ്റവും വലിയ ദൈവാനുഭവം എന്ന് പറയുന്നത് ഭാരലഘിതമാണെന്ന്. ഇതൊന്നുമില്ല, പ്രസൻസാണ്. പ്രസൻസ്. ഇപ്പോൾ ഡിക്സൺ എന്താ പറയുന്നത് അറിയാമോ? ഡിക്സൺ പറഞ്ഞു, ഞങ്ങൾ ജയിലിലിട്ടില്ലേ, എന്നിട്ട് ഞാൻ കവനറ്റിൽ നിന്ന് പോയില്ല, ഞങ്ങൾ ജയിലിലിട്ടു, എൻ്റെ വീട്ടിൽ കടമായി, എൻ്റെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ കാശില്ല, അവർ പട്ടിണിയാകാൻ പോണ്, എന്നിട്ട് ഞാൻ ദൈവത്തിൽ നിന്ന് പോകുന്നില്ല, ഞാൻ ആ കവനറ്റിൽ തന്നെ നിന്നു. രാത്രി 1 മണിയായപ്പോൾ അവിടെ ഒരു അനൗൺസ്മെൻ്റ് ഉണ്ടായി, ഞങ്ങൾ 7 പേരെയും ജയിലിൽ നിന്ന് റിലീസ് ചെയ്യാൻ വേണ്ടി.
അപ്പോൾ ജയിൽ വാർഡൻ ഇവരൊക്കെ മുമ്പ് വാ പൊളിക്കുകയാണ് ഇവർ. കാര്യം ഇന്ന് വരെ 5 മണിക്ക് ശേഷം ആ ജയിൽ തുറന്നിട്ടില്ല. ഫസ്റ്റ് ടൈമാണ്. 5 മണിക്ക് മുമ്പ് ജയിലടച്ച് വൈകുന്നേരം 5 മണിക്ക് ജയിലടച്ചാൽ പിന്നെ തുറക്കത്തില്ല. രാവിലെ 6 മണിക്കേ തുറക്കത്തുള്ളൂ. ആദ്യമായിട്ട് അവിടെ ജീവിതത്തിൽ ജയിൽ തുറക്കണത്. അപ്പോൾ ഡിസംബറിന് അമ്മ വന്ന് ഞങ്ങൾ ജയിലിൽ നിന്ന് ഇറക്കിക്കൊണ്ട് പോകുന്നു. കൈ ഇട്ടിച്ച് കർത്താവിനെ ചൊല്ലി. ഞങ്ങളുടെ കൂടെ സഞ്ചരിക്കുന്നതിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജെറമിയ 30:17 ഞാൻ നിനക്ക് വീണ്ടും ആരോഗ്യം നൽകും. പറഞ്ഞു, ഞാൻ നിനക്ക് വീണ്ടും ആരോഗ്യം നൽകും. നിന്റെ മുറിവുകൾ സുഖപ്പെടുത്തും. 18 കർത്താവ് അരുൾ ചെയ്യുന്നു, യാക്കോബിന്റെ കൂടാരങ്ങളുടെ ഭാഗധേയം ഞാൻ പുനഃസ്ഥാപിക്കും. അവരുടെ വാസസ്ഥലങ്ങളോട് ഞാൻ കാരുണ്യം പ്രകടിപ്പിക്കും. ഇതെല്ലാം റീസ്റ്റോറിംഗ് ആണ്. കവനന്റിന്റെ ഒരു വാഗ്ദാനത്തിൽ ഇപ്പോൾ 8810 വാഗ്ദാനം എന്ന് പറഞ്ഞില്ലേ, ദൈവത്തിൻ്റെ വാഗ്ദാനം എത്രയാണ്? 8810 ഒന്ന് സാധനം റീസ്റ്റോറിങ്. അത് എന്ത് നഷ്ടപ്പെട്ടാലും അത് റീസ്റ്റോർ ചെയ്ത് കൊടുക്കും. അന്ന് റീസ്റ്റോർ ചെയ്യണമെന്ന് പറഞ്ഞ കാര്യം അറിയാമോ? ഇതിൻ്റെ ഒരു കേസ് ഇവർ പുറത്തായില്ല, ജയിലിൽ നിന്ന് പുറത്തായില്ല. ജയിലിൽ നിന്ന് പുറത്തായ ശേഷം കോടതി പോയി കേസ് വാദിച്ചു. കേസ് ജയിച്ചു. 3 കൊല്ലത്തെ കേസാണ്. കേസ് ജയിച്ചു. പക്ഷേ എന്താ ചെയ്തിരിക്കണത്? ആ 3 കൊല്ലത്തെ മുഴുവനും അരിയ ശമ്പളം ഒരുമിച്ച് കിട്ടി. ശ്രുതികട്ടെ ഹല്ലേലൂയ. റീസ്റ്റോർ ചെയ്യുന്ന അവിടുത്തെ കാരുണ്യത്തിന് നന്ദി പറയുന്നു. ഡിക്സന്റെ മുഴുവൻ പണം ഒരുമിച്ച് കിട്ടിയതല്ല സന്തോഷം. ഈ ഉടമ്പടി കാലത്ത് ഇത്രയും ക്ലേശം, ആദ്യം കള്ളനാണെന്ന് മുദ്ര കുത്തി, പിന്നെ സസ്പെൻഷനിൽ വിധേയമായി, പിന്നെ ജോലി നഷ്ടപ്പെട്ടു, പിന്നെ ജയിലിലായി, പിന്നെ കേസിലായി. പക്ഷേ ഇത്രയും കാലത്ത് ഈ മനുഷ്യൻ ഇപ്പോൾ ഇതെല്ലാം തിരിച്ചു വരികയാണ്, മരിച്ച് എല്ലാം തിരിച്ചു വരികയാണ്. ജെറമിയ 30:17 അനുസരിച്ച് കൊണ്ട് എല്ലാം റീസ്റ്റോർ ചെയ്യുകയാണ്. പക്ഷേ അതല്ല, ഇദ്ദേഹം നേടാത്തൊരു സംഭവം നേടി. എന്താണ്? ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ വിശ്വസ്തനായ ദാസൻ എന്ന് മുദ്രകുത്തി. ശ്രുതികട്ടെ ഹല്ലേലൂയ. പരീക്ഷകളെ അതിജീവിക്കാനുള്ള വലിയ കൃപ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഇതാണ് വിശ്വസ്തത എന്ന് പറയുന്നത്. വിശ്വസ്തനായി കഴിഞ്ഞാൽ ദൈവം വിളിക്കുന്നൊരു പേരാണ് ദാസൻ. അപ്പം അമ്മയെ പറഞ്ഞത്, ഞാൻ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞില്ലേ. ദൈവം അങ്ങനെ ഇങ്ങനെ ആരും കയറി ദാസൻ ദാസി എന്ന് വിളിക്കത്തില്ല. മക്കളെയൊക്കെ വിളിക്കും, മകളെന്നൊക്കെ വിളിക്കും, മകനെന്നൊക്കെ വിളിക്കും, വലിയ കഥയൊന്നുമില്ല. പക്ഷെ ദാസനെന്ന് വിളിക്കണമെങ്കിൽ അത് വേറെ റാങ്കാണ്. നമ്മൾ ITA പഠിക്കണം. IT എന്നൊക്കെ പറഞ്ഞാൽ മക്കളെന്ന് വിളിക്കണവരിക്കും. IAS വേറെയല്ലേ, IAM റാങ്ക് വ്യത്യാസം ഉണ്ടായി. ദാസൻ എന്ന് പറഞ്ഞാൽ വിശ്വസ്തതയിലേക്ക് പോയാൽ മാത്രമേ ദാസനാകത്തുള്ളൂ. ഈ വിശ്വസ്തതയും ദാസനും അങ്ങനെ വരുമ്പോൾ ദൈവത്തിൻ്റെ ഒരു തിരഞ്ഞെടുപ്പുണ്ടാകും. ഇപ്പം 12:18 കൃപ ഇങ്ങനെ വരണത്. ഇനി ഡിക്സന് കൃപ കിട്ടാൻ എളുപ്പമാണ്. ഇപ്പം അനുഗ്രഹം കിട്ടണമല്ല, ആ മനുഷ്യൻ കൃപയിലേക്കാണ് വരാൻ പോണത്. അനുഗ്രഹം ഫിസിക്കൽ ഫേവേഴ്സാണ്, യൂസ് ആൻഡ് ത്രോ. ആ കാശ് കിട്ടിയത് മുഴുവനും വേണമെങ്കിൽ മക്കൾ തോന്നിവാസികളാണെങ്കിൽ ആ കാശെല്ലാം നശിപ്പിക്കും. അതല്ല, അനുഗ്രഹം എന്ന് പറയുന്നത് നമ്മൾ സൂക്ഷിച്ചില്ല, അല്ലെങ്കിൽ ചില സമയത്ത് വെറുതെ ഈ പെട്രോൾ വെറുതെ ഇരുന്ന് ആവിയാകണ ഒരു ആവിയായി പോണത് അവസാനം ഫേവേഴ്സാണ്. അനുഗ്രഹങ്ങളുടെ ഒരു പ്രശ്നം അതാണ്. കാര്യം എന്താ വെച്ചാൽ ഇന്നിപ്പോൾ ഒരു അനുഗ്രഹം നിങ്ങൾക്ക് കിട്ടി. ഇന്ന് നിങ്ങൾ ഒരു കാര്യത്തിന് വേണ്ടി OET പാസ്സാക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട് പഠിക്കുകയാണ്. പക്ഷേ നിങ്ങൾ അവിടെ ഇംഗ്ലണ്ടിൽ ചെന്ന ശേഷം വേറൊരു പരീക്ഷയില്ലേ. അപ്പം ഇവിടെ എത്തുമ്പോൾ OET ആയിരിക്കും. പക്ഷേ ഓവർസീസിൽ ചെന്ന് കഴിയുമ്പോൾ വേറെ പരീക്ഷയായിരിക്കും നിങ്ങളെ ടെൻഷൻ എടുപ്പിക്കണം. അപ്പോൾ ഓരോരോ കാലത്ത് അനുഗ്രഹം ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അതിൻ്റെ വിഷയം ഇപ്പം ഇന്നും ആവശ്യമുള്ളതായിരിക്കത്തില്ല, നാളെ ആവശ്യമുള്ളത്. പക്ഷേ എന്നും ആവശ്യമുള്ള സാധനമുണ്ട്, കൃപയാണ്. അതാണ് വിഷയം. ഇതെല്ലാം നമ്മൾ എന്നും ആവശ്യമുള്ള സംഭവമാണ് കൃപയാണ്. കൃപ ആർജിക്കുമ്പോഴാണ് ടൈം ഷോർട്ടനിങ് നടക്കുന്നത്, നോട്ട് ബൈ മേട്ട് നടക്കുന്നത്. അതുപോലെ തന്നെ ഭാരലഘുത്വം, ഹെവി ആയിട്ടുള്ള സബ്ജക്റ്റൊക്കെ ഇപ്പോൾ തന്നെ ഡിക്സൻ്റെത് ഹെവി ആയിട്ടുള്ള സബ്ജക്റ്റ് അല്ലേ. അത് മോശമാകാൻ പോകണമെങ്കിൽ ഡെഡ് ബോഡി പാർസൽ ചെയ്യേണ്ടി വരും അവിടെ നിന്ന് ഇങ്ങോട്ട്. കാര്യം കാശും പോയി, ജയിലുമായി, ജോലിയുമില്ല, വേലയുമില്ല, കൂലിയുമില്ല, നാട്ടിൽ വന്നാലും കടമാണ്, പിന്നെ വരാതെയും എന്തെല്ലാം തകർച്ചയിലേക്ക് പോകേണ്ട സംഭവമാണ്. അപ്പോൾ അതിൻ്റെ പക്ഷേ അത് എല്ലാം റീസ്റ്റോർ ചെയ്ത് കൊടുത്തു. പക്ഷേ റീസ്റ്റോറിങ്ങിൻ്റെ കാലത്തെല്ലാം പുള്ളി വളരെ വിശുദ്ധിയോടുകൂടിയും വിശ്വസ്തയോടുകൂടിയും ദൈവതിരുസന്നിധിയിൽ ഒരിക്കൽ പോലും ദൈവത്തിൻ്റെ മനസ്സാക്ഷിക്ക് ഒരു പോറലേൽപ്പിക്കാത്ത രീതിയിൽ അമ്മയുടെയൊക്കെ ഒരു വിജയം അതല്ലേ. ഏത് ചാണാക്കുഴി കൊണ്ട് പ്രസവിക്കാൻ ഇട്ട് കൊടുത്താലും പ്രസവിച്ചിട്ട് ഹൃദയത്തിൽ സംഗ്രഹിക്കും, മിണ്ടത്തില്ല.
ഞാൻ എപ്പോഴും ഓർക്കുക, യേശു പറയുന്ന പല വാക്കുകളും അമ്മയ്ക്ക് പരീക്ഷണങ്ങളായിരുന്നു. യേശു പറഞ്ഞ പല വാക്കുകളും അമ്മയുടെ വിശുദ്ധിയെ പരീക്ഷിച്ചതായിരുന്നു. പിതാവ് യേശുവിനെ പരീക്ഷിച്ചു, യേശു അമ്മയെ പരീക്ഷിച്ചു എന്ന് ഞാൻ പറയത്തുള്ളൂ. കാര്യം എന്നറിയാവോ? ഇപ്പോൾ അമ്മ എനിക്ക് നിനക്ക് എന്താ, എൻ്റെ സമയം ഇനി സമാഗതമായിട്ടില്ലല്ലോ, ഇല്ലേ? ആ സമയത്ത് വേണമെങ്കിൽ എനിക്ക് നിനക്ക് എന്ത് എന്നുള്ള കാര്യം ഒഴിവാക്കാൻ വരുന്ന യേശുവിനെ ഒഴിവാക്കില്ല. യേശു അപ്പൻ്റെ സ്വഭാവമാണ്. ഈശോ അപ്പൻ്റെ സ്വഭാവമാണ്. അപ്പൻ എപ്പോഴും ഈ കുരിശ് വെച്ച് മാത്രമേ കൃപ കൊടുക്കത്തുള്ളൂ. അത് പേയ്മെൻ്റ് ആണല്ല. അതുകൊണ്ട് ബൈബിൾ പറയണം, നമ്മൾ വിലക്ക് വാങ്ങപ്പെട്ടതാണ്. ടേസ്റ്റ് ദ ബ്രെഡ് ഓഫ് ഗോഡ്, വിലക്ക് വാങ്ങപ്പെട്ടവരാണ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. 1 കൊരിന്തോസ് 6:20 നിങ്ങൾ വിലക്ക് വാങ്ങപ്പെട്ടവരാണ്. ഒന്ന് പറഞ്ഞേ, ഏറ്റു പറഞ്ഞേ, നിങ്ങൾ വിലക്ക് വാങ്ങപ്പെട്ടവരാണ്. വിലക്ക് വാങ്ങപ്പെട്ടവരാണ്. ആകയാൽ നിങ്ങളുടെ ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. പ്രൈസ് ദി ലോർഡ്. അതായത് ദൈവത്തിൻ്റെ ഒരു മൈൻഡ് സെറ്റാണത്. ഇപ്പം ഗ്രേസ് എന്ന് പറഞ്ഞാൽ ഒരു സൗജന്യമായിട്ടുള്ള ദാനമല്ലത്. വി മസ്റ്റ് പേ ഇറ്റ്. അതുകൊണ്ട് തന്നെ എപ്പോഴും ഒരു ദൈവത്തിൻ്റെ ഒരു വിഷയത്തിൽ ഗ്രേസ് ഫോം ചെയ്തിരിക്കുന്ന ക്രിസ്തുവിൻ്റെ പീഡാനുഭവത്തിൽ നിന്നാണ്. ഈ പീഡാനുഭവത്തെ കണ്ട് പാപത്തിൻ്റെ പരിഹാരമായെന്ന് കണ്ട് തൃപ്തിയായി മനസ്സ് ഈ പിതാവിൻ്റെ മനസ്സ് പ്രസാദിക്കുന്നതിൽ നിന്നാണ് ഈ പ്രസാദമാണ് കൃപയായിട്ട് വരുന്നത്. കൃപയെക്കുറിച്ച് നമുക്ക് അറിയണത്. അതുകൊണ്ടാണ് ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ദാസൻ 12-18 മത്തായി. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. 2:18 ഇതാ ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ദാസൻ. ഇതാ ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ദാസൻ. ഇതാ ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ദാസൻ, എൻ്റെ ആത്മാവ് പ്രസാദിച്ച എൻ്റെ പ്രിയപ്പെട്ടവൻ. ഞാൻ അവന്റെ മേൽ എൻ്റെ ആത്മാവിനെ അയക്കും. അപ്പം കൃപ ഇപ്പം ഡിക്സൺ ഇപ്പം പരുവപ്പെട്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഇനി ഇവന് കൃപ കിട്ടാൻ എളുപ്പമാണ്. കാര്യം എന്താണ്? ക്ലേശ കാര്യങ്ങളിൽ, പുരുഷൻ്റെ കാര്യങ്ങളിൽ അവൻ പേയ്മെൻറ്റ് നടത്തി. പേയ്മെൻറ്റ് എന്താണ്? വിശ്വസ്തതയാണ്. അല്ലേ? ആ സസ്പെൻഡ് ചെയ്താലും ശരി, ജയിലിൽ പോയാലും ശരി, അപ്പോഴെല്ലാം ഉടമ്പടിയോട് വിശ്വസ്തത പാലിക്കുന്ന. അപ്പോൾ അവൻ ദാസനായി. അപ്പോൾ 18 അല്ലേ? 12-18 വർക്കൗട്ട് ചെയ്യണം. എന്താണ്? ഇതാ ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ദാസൻ. ഇനി എന്താണ് അടുത്ത ആക്ടിവേഷൻ? എന്താണ്? എൻ്റെ ആത്മാവ് പ്രസാദിച്ച എൻ്റെ പ്രിയപ്പെട്ടവൻ. ദൈവത്തിൻ്റെ ആത്മാവ് പ്രസാദിച്ച് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? അവൻ്റെ മേൽ എൻ്റെ ആത്മാവിനെ അയക്കും, കൃപയെ അയക്കും. മനുഷ്യനെ കൃപ ലഭിക്കുന്നത് ഈ പേയ്മെൻറ്റ് കൊടുത്തു കഴിയുമ്പോഴാണ്. ഈ പേയ്മെൻറ്റായിട്ട് ഡിക്സൺ ഇപ്പോൾ വന്നിരിക്കുന്നത് എന്താണ്? വിശ്വസ്തതയാണ്. മനസ്സിലായില്ലേ? നിങ്ങൾ ക്ലേശകാലങ്ങളിൽ നിങ്ങൾ ദൈവത്തോട് വിശ്വസ്തത കാണിച്ചാൽ ഒരു ഒഴിവാക്കാൻ പറ്റാവുന്നൊരു പാപം ഒഴിവാക്കി എന്ന് വിചാരിക്കുക. അത് ദൈവസ്നേഹത്തിന് കാഴ്ചവെച്ചാൽ നിങ്ങൾ വില കൊടുത്തു അതിൻ്റെ. അതാണ് 1 കൊരിന്തോസ് 6:20 പറയുന്നത്. എന്താണ്? നമ്മൾ വിലക്ക് വാങ്ങപ്പെട്ടവരാണെന്ന് പറയുമ്പോൾ തന്നെ ഉദ്ദേശിക്കുന്നത് എന്താണ്? വി മസ്റ്റ് പേ ഇറ്റ് എന്നാണ്. നമ്മൾ പേയ്മെൻറ്റ് നടത്തണം. അനുഗ്രഹങ്ങൾക്ക് പേയ്മെൻറ്റ് ഇല്ലെന്ന് ഈശോ പറഞ്ഞിട്ടുണ്ട്. കൃപയ്ക്ക് മാത്രമേ പേയ്മെൻ്റ് ഉള്ളൂ, അനുഗ്രഹങ്ങൾക്ക് പേയ്മെൻ്റ് ഇല്ല. അനുഗ്രഹങ്ങൾ ആർക്കും കിട്ടുമെന്നല്ല ഈശോ പറഞ്ഞത്. അത് ദൈവത്തിൻ്റെ നേച്ചറിൽ നിന്നാണ് അനുഗ്രഹം വരണത്. അനുഗ്രഹം ആർക്കും കിട്ടും. എന്താ കാര്യം? അത് ജനറ്റിക്കൽ ബ്ലെസ്സിംഗ് എന്ന് ഞാൻ എപ്പോഴും പറയാം. ഉൽപ്പത്തി 1:28 എന്താണ്? നിങ്ങളുടെ സന്താന പുത്രയുടെ പെരുകി ഭൂമിയെ കീഴടക്കാൻ പറയും. അതുകൊണ്ട് തന്നെ ഫിസിക്കൽ ഫേവേഴ്സ് ആർക്കും കിട്ടും. ഇപ്പോൾ കായൻ ആബേലിനെ കൊന്നില്ലേ? ആബേലിനെ കൊന്നിട്ട് പോലും കായന് ദൈവം അടയാളം ഇട്ട് കൊടുത്തു. ആ കായൻ വിഷമിച്ച് വന്ന് ദൈവത്തിൻ്റെ അടുത്ത് വന്ന്, എനിക്ക് നിൻ്റെ മുമ്പിൽ നിന്ന് എന്നെ നീ പുറത്ത് പറഞ്ഞു വിട്ടു, അത് കാരണം എനിക്ക് ജീവിക്കാൻ പറ്റില്ല, മറ്റു മൃഗങ്ങളൊക്കെ എന്നെ കൊല്ലാൻ പോകണമെന്ന് പറഞ്ഞപ്പോൾ ദൈവം കരുണയുടെ കൈകൾ നീട്ടി കൊടുത്തിട്ട് പറഞ്ഞു, നിന്നെ ആരും കൊല്ലത്തൊന്നുമില്ല എന്ന് പറഞ്ഞ് അടയാളം വിട്ട് കൊടുത്തു. അപ്പോൾ അനിയനെ കൊന്ന കൊലപാതകയുടെ നെറ്റിയിൽ സംരക്ഷണത്തിൻ്റെ അടയാളം വിട്ട ആളാണ് ദൈവം. മനസ്സിലായില്ലേ? അതെന്താ? ബേസിക്കായിട്ട് ദൈവം സ്നേഹമായതുകൊണ്ടാണ്. ദൈവത്തിന് ഓപ്ഷൻ മറിച്ച് ചെയ്യാൻ പറ്റത്തില്ല. ഈ ദൈവമാണ് നിന്നെ സ്നേഹത്തിലേക്കും കാരുണ്യത്തിലേക്കും വിളിക്കണത്, അനുരഞ്ജനത്തിലേക്ക് വിളിക്കണത്. കാര്യം അവിടുത്തെ സ്നേഹം നിനക്ക് കുറഞ്ഞു പോകരുതെന്ന് ആഗ്രഹിച്ചിട്ടാണ് നിന്നെ സ്നേഹം കൊണ്ട് ദൈവം സ്നാനപ്പെടുത്താൻ വേണ്ടിയാണ് നിന്നെ അനുതാപത്തിലേക്ക് വിളിക്കണത്. പ്രാർത്ഥിക്കുക, കർത്താവേ എന്നെ അനുതാപത്തിലേക്ക് വിളിക്കുന്നത് അങ്ങയുടെ സ്നേഹത്താൽ എന്നെ സ്നാനപ്പെടുത്താനാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തിരിച്ചു വരാൻ അഭിഷേകം നൽകണമേ. ഹല്ലേലൂയ.